ശാന്തപ്പെട്ടേ 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 ശാന്തപ്പെട്ടേ. തറവാടക പുതുക്കി പൈസ വേണം. തന്റെ തറവാട് പുതുക്കിയതിന് ഞാനെന്ത് വേണം? എന്റെ തറവാട് മുടിഞ്ഞ് മുച്ചൂടായതിനു ശേഷമാണ് ഞാനൊരു പുതിയ ബിസിനസ് ഇട്ടത്. അതൊന്ന് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. എടോ തറവാടക പുതുക്കി എന്നാ പറഞ്ഞത്, അതാ പൈസ വേണമെന്ന് പറഞ്ഞത്. അത് തരാം. തരണം, തന്നേ പറ്റുള്ളൂ. എന്നാ കാരണം എന്നറിയോ? ഈ വർഷം ഞങ്ങൾ വിശാലമായിട്ട് ഉത്സവം ഒന്ന് അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചേക്കുക. കണ്ടില്ലേ, ഭയങ്കര സെറ്റപ്പ് അല്ലേ ഉത്സവത്തിന്? അങ്ങനെ വേണം. നല്ല അടിപൊളിയായിട്ട് ഉത്സവം നടന്നാലേ ഞങ്ങൾക്ക് നല്ലപോലെ കച്ചവടം നടക്കത്തുള്ളൂ. അപ്പൊ ഉത്സവം അടിപൊളിയായിരിക്കണം. ആകണം, അങ്ങനെ തന്നെ വേണം. എത്ര ആനയാ കൊണ്ടുവരുന്നറിയോ? എത്ര ആനയാ കൊണ്ടുവരുന്നത്? 5 ആനയെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു 5000 രൂപ തരണം തറവാടക. 5 ആനയെ കൊണ്ടുവരുമ്പോ ഞാൻ 5000 രൂപ തറവാടക തരണം? തരണം. എന്റെ ദൈവമേ, അപ്പൊ 10 ആനയെ നിങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ ഞാൻ 10000 രൂപ തരേണ്ടി വരുന്നല്ലോ. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും തറവാടക തന്നേ പറ്റുള്ളൂ. പുതുക്കിയ തറവാടക ഇപ്പം തരണം. എന്റെ പൊന്നു സുഹൃത്തെ, ഇന്ന് 1-ാം ഉത്സവം തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ ഇത് തരാം, കമ്മിറ്റി ഓഫീസിൽ എത്തിക്കാം. ഉറപ്പാണോ? ഉറപ്പാണ്. ഞാൻ ഇവിടൊക്കെ തന്നെ കാണും കേട്ടോ. കച്ചവടം നടന്നാലും നടന്നില്ലല്ലോ എനിക്ക് പൈസ കിട്ടണം. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് തറവാടൊക്കെ കൃത്യമായിട്ട് എല്ലാവരും തന്നിരിക്കണം കേട്ടല്ലോ. കച്ചവടം ഇങ്ങനൊരു കമ്മിറ്റിക്കാരനുണ്ട്. ശാന്തപ്പെട്ടേ അസന്തനപ്പെട്ടേ എതുക്ക് കൈയിട്ട് വാമ്മ. ശാന്തപ്പെട്ടേ സന്തനപ്പെട്ടെ വള എടുക്കട്ടെ. വള വേണ്ട. മലരേ പൊരി സൂക്ഷിച്ചിരുന്നതല്ലേ, പുറകോട്ട് മലർക്കും. ശാന്തപ്പെട്ടെ സന്തനപ്പെട്ടെ. ഹലോ, വള വളേ. ആടാ, ഞാൻ ഇത്തിരി തിരക്കില്ല, ഞാൻ വിളിക്കാന്നേ. ശരി ശരി, ഓക്കെ. ചേട്ടാ, ഇന്ന് ഞാൻ വളയ്ക്കും. ഇത് വളയ്ക്കും മാലയ്ക്കും വൻ റിഡക്ഷൻ തരും. ചേട്ടാ, ഈ ബാംഗിൾസ് എത്രയാ? ഇതിന് 80 രൂപ. ഇത്തിരി സിമ്പിൾ ആയിട്ടുള്ളത് വേറെ ഉണ്ടോ? ഇതിനും സിമ്പിൾ ആയിട്ടുള്ളത് വേണം. ഇതാകുമ്പോ 50 രൂപയും. വേണ്ട, ഇതിന് ഇത്തിരി സിമ്പിൾ ആയിട്ടുള്ള വേറെ പാറ്റേൺ കാണിക്കോ? ഇതിലും സിമ്പിൾ ആയിട്ടുള്ളത് വേണം. അത് കൊള്ളാം. ഇതിലും സിമ്പിൾ ആയിട്ടുള്ളതേ കരിവളയാ. അത് പിള്ളേർക്ക് ഇടാനേ പറ്റൂ. അതേട്ടാ, മറ്റേ ബ്ലാക്ക് ടോയിൻ ഉണ്ടോ? ബ്ലാക്ക് ടൊവീനോ? ഞാൻ കണ്ട ടൊവീനോ വൈറ്റ് ആണ്. അയ്യോ, ടൊവീനോ അല്ല, ബ്ലാക്ക് ടോയിൻ. അരയിൽ കെട്ടാൻ വേണ്ടി എടുക്കില്ലേ, ഒരു ബ്ലാക്ക് കളറില് നീണ്ടിട്ട്. അതുണ്ടോ ഏട്ടാ? അതെ ചേട്ടാ, എനിക്ക് ഇത്തിരി ദൂർത്തടി കൂടുതലാ പൈസയെ. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ശാന്തി എന്റെ അടുത്ത് പറഞ്ഞു ചരട് ജപിച്ചു തരാന്ന്, ദൂർത്തടി കുറയാൻ വേണ്ടിട്ട്. ദൂർത്തടി കുറയ്ക്കാൻ വേണ്ടിട്ട് എത്ര വേണ്ട കറുപ്പിയരട്? 10 രൂപക്ക് മതി. 10 രൂപയ്ക്ക്? അപ്പൊ 2 മുഴം മതി. ചേട്ടാ, പൈസ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിട്ടേ ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേയോ? 10 രൂപ തരുന്നതിന് വേണ്ടിയാണോ ഗൂഗിൾ പേ? എന്റെ കയ്യിലേ 5 രൂപയേ ഉള്ളു. ഒന്നും തരണ്ട, ഇതാ കൊണ്ടുവെക്കൂ. ഒന്നും തരണ്ട കേട്ടോ. ഹലോ, ഗൂഗിൾ പേ ഞാൻ ലുലു മാളിലാണ്. ജസ്റ്റ് പർച്ചേസ് ഇങ്ങനെ ബാംഗിൾസ് വാങ്ങാൻ വേണ്ടി വന്നതാ. അതെ, ഇപ്പൊ ക്യാഷ് ബില്ല് ചെയ്തിട്ട് വന്നേ ഉള്ളൂ. എവിടെ? കഴിഞ്ഞു. ഓക്കെ, ദേ പോവാ. വേഷം കെട്ടി ഇറങ്ങിയേക്കും. 5 രൂപയ്ക്ക് ഗൂഗിൾ പേ തപ്പി നടന്ന് എന്നിട്ട് പറയാ പർച്ചേസ് ചെയ്തെന്ന്. ബാംഗിൾസ്. ഹായ് ഖനാഖോനെ. ഹായ് ഖനാഖോന. ഹിന്ദിയാണോ? ഹിന്ദിയല്ല, ഞാൻ നിങ്ങളുടെ പേര് ഞാൻ ചുരുക്കി വിളിച്ചതാണ്. അതങ്ങനെ മനസ്സിലായില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ ഞാൻ ചുരുക്കപ്പേരിലാണ് വിളിക്കുന്നത്. ഈ കന എന്ന് പറഞ്ഞെന്താണ്? കന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാഭവൻ നവാസ്. കോട്ടയം നസീർ. നഷ. ഹായ് നഷ. നാദിർ ഷാ എന്നുള്ള എന്റെ ചുരുക്കപ്പേരാണ്. ഈ ബോബി ചെമ്മണ്ണൂരിനെ ബോച്ച എന്ന് വിളിക്കുന്ന പോലെ? അത് തന്നെ, പോച്ച. എല്ലാവരും അങ്ങനെയാണോ വിളിക്കുന്നത്? എല്ലാവരും ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത്. ഈ ഇടയ്ക്ക് ഒരു ചെറിയൊരു അബദ്ധം പറ്റി. കൊച്ചു പ്രേമൻ സാറിനെ കാണാൻ ഇടയായി. അപ്പൊ ഞാൻ ഇങ്ങനെ ചുരുക്കി ഒന്ന് വിളിച്ചു. ഹായ് കൊപ്രാന്ന് ഓടിച്ചിട്ട് തന്നെ തമ്മിൽ വിളിച്ചു. അല്ല, ഈ തറവാടക കൃത്യമായിട്ട് ഇങ്ങനെ തരണം. എന്ത് തറവാടകയെ കൃത്യമായിട്ട് ഇവിടെ ഏൽപ്പിക്കണമെന്ന് പറയുന്നു. എന്റെ പൊന്ന് കമ്മിറ്റി അംഗങ്ങൾ സുഹൃത്തുക്കളെ, ഇവിടെ 4 ദിവസത്തെ ഉത്സവമല്ലേ, ഇത് 1-ാം ദിവസമേ ആയുള്ളൂ. ഞങ്ങൾ കിട്ടുന്ന കളക്ഷൻ അനുസരിച്ച് ഞങ്ങൾ തറവാടക. അല്ല, കൃത്യമായിട്ട് തരണം, അത്രേ ഉള്ളൂ. അല്ല, അവരെത്തിച്ചോളും, കുഴപ്പമില്ല. ഓക്കെ. എന്തൊരു മാന്യന്മാരാ, തറവാടക ചോദിക്കാൻ ഒരു മടിയില്ല. हलवा हलवा चूड़ हलवा 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 चूड़ हलवा കാണിക്കുന്നത് ഹൽവ ഹൽവ. എന്താ ഹൽവ ഹൽവ? ഹൽവ ഹൽവ ചൂട് ഇതിനെ വേണ്ടി കൊണ്ടിട്ടേക്കുന്നത്. ചൂട് ഹൽവ. എന്ത് ചൂട് ഹൽവ? ഹൽവ ഹൽവ. ഇവിടെ ഇത് കണ്ടോ? ഹൽവ. ഞാൻ ഇവിടെ തറവാട കൊടുത്തിട്ടാണ് ഞാൻ ഈ സ്ഥാപനം ഇവിടെ ഇട്ടിരിക്കുന്നത്. ഹൽവ ഹൽവ ഹൽവ. അതിന്റെ ഫ്രണ്ടിൽ താനെന്തിനാണ് ഇത് കൊണ്ടിട്ടേക്കുന്നത്? ഞാനും തറവാട കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. ഹൽവ ഹൽവ ഹൽവ.
ദേ, ഇത് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് സാധനം ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്. പിന്നെ ഞാൻ മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടത്. താൻ മരിക്കത്തില്ല, പക്ഷെ തന്റെ സാധനം കഴിച്ച് ഒരുപാട് പേര് മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. എന്നെ പറഞ്ഞാലും എന്റെ അൽവനെ കുറ്റം പറയാൻ നിൽക്കരുതട്ടോ. അവളെ കാര്യം ഞാൻ തന്റെ അലുവ പറഞ്ഞ താൻ എന്ത് ചെയ്യും? ആ ഞാൻ പ്രതികരിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ പൊന്നു സുഹൃത്തെ, നമ്മൾ രണ്ടുപേരും കച്ചവടത്തിന് വന്നാണ്. അതെ. ഈ സ്ഥാപനത്തിന്റെ മുണ്ട് നിങ്ങൾ അപ്പുറം ഇപ്പുറം ഇഷ്ടം പോലെ സ്ഥലം കിടക്കില്ല, അങ്ങോട്ടൊന്നും മേടിച്ചിട്ട്. ഞാൻ ഇവിടെ ഞാൻ കച്ചവടം ചെയ്യുള്ളൂ. അത് പറ്റത്തില്ല, താനും കല്യാണം വെച്ചുകൊണ്ട് മാറ്റിയിടണം. എന്റെ അൽവ ദൈവമേ, അത് പറഞ്ഞ എന്റെ വണ്ടിമത്തോടാ നിൽക്കരുത്. വണ്ടി തൊട്ട് നീ എന്താണ്? മേത്ത് തൊട്ട് കളിക്കരുതേ. ആഹാ. ഞാനും തറവാടക കൊടുത്തിട്ടാ ഞാനിവിടെ ഞാൻ തറവാട പിന്നെ പുളുങ്കുരിയാണ് കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. നീ പണം കൊടുത്ത് എന്ത് പടാന്ന്? എന്ത് പടാന്ന്? കളിക്കരുത്. നീ ആവശ്യമില്ലാതെ എന്നോട് ഉടക്കാൻ നിൽക്കണ്ട മുഷ്ടി തൊട്ടടുത്ത്. കേട്ടോ. എന്നോട് കളിച്ചാൽ ഞാൻ ഉളുക്കത്ത് കുത്തുന്നവനാണ് കേട്ടോ. ഉടുത്ത് തൂത്തി ഞാൻ ഇട്ടിക്കോളാം. തന്നെ എന്റെ ദേഹത്ത് കൈ വെച്ചില്ലേ? കൈ വെക്കുന്നു. കളിക്കടാ. ഇടിക്കരുതെടാ. പോട്ടെടാ. നാട്ടുകാർ കാണിച്ചിട്ട് ഉത്സവപ്പറമ്പിൽ പൊരിഞ്ഞ അടി നടക്കുവാണെന്ന്. അയ്യോ. വാടാ, വാടാ. അമ്മ, അമ്മ. വളയവള, വളയവള, വളയവള. ചൂട് ഹൽവ, വളയവള, ചൂട് ഹൽവ, വളയവള. ചൂട് ഹൽവ, ഹൽവ ഹൽവ ഹേ ഹൽവ, ചൂടുള്ള ഹൽവ ഹേ, ചൂടുള്ള ഹൽവ ഹേ, ഹൽവ. നല്ല കോഴിക്കോടൻ ഹലുവ. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുത്തോ. ചുവപ്പ് മതി. കോഴിക്കോടൻ ഹലുവ, നല്ല ഹലുവ. ഞാൻ ഇട്ടോളാം. വേണ്ട, ഞാൻ ട്രൈ ചെയ്തത്. എന്റെ ഷോപ്പിൽ വന്ന് എന്റെ വളയെടുത്ത് നീ എന്തിനാ കുട്ടി അണിയിക്കുന്നത്? നീ അലുവാക്കാരനല്ലടാ. ശരിയാണ്, ഒരബദ്ധം പറ്റിയതല്ലേ. നമ്മുടെ കട അതാണ്. ഇങ്ങോട്ട് പോരും, നമുക്ക് അലുവ കാണിക്കാം. ചേട്ടന്റെ കടയല്ലേ ഇത്? അല്ല അല്ല അല്ല, എനിക്ക് വളം മതി. ആ വളമതി ഇങ്ങോട്ട് വരൂ. അയ്യോ, അത് വേണ്ട. അല്ല, എനിക്ക് ഹൽവ കഴിച്ചിട്ട് വള മേടിച്ചാൽ മതി. എന്റെ കട വന്ന കസ്റ്റമറിനെ നീ എന്തിനാണ് പിടിച്ചു വലിക്കുന്നത്? ഞാൻ പിടിച്ചു വലിക്കും. അത് പറ്റത്തില്ല. കൈവിടാം, കൈവിടില്ല, കൈവിടാം, കൈവിടില്ല. കുട്ടി ഇങ്ങോട്ട് വരൂ. ഇതിലാരാ വളക്കച്ചവടക്കാരൻ? ഞാനാണ് വളം പിടി. അന്ന് എനിക്ക് വളം മതി. ഒരു മിനിറ്റ്, ഒന്നുകൂടെ വന്നേ. നല്ലതാണോ? അല്ല, എന്ത്? അതെ, അവള് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നേക്കണാണ്. ആണ്. താ വളം വിറ്റോ. അവള് കഴിഞ്ഞിട്ട് എനിക്ക് വിട്ടു. ഞാൻ അലുവയും കൂടി വിൽക്കട്ടെ, ഒരു കച്ചവടം നടക്കണ്ടേ. അതിനിടയ്ക്ക് ഇയാൾ കയറിയ എന്റെ കസ്റ്റമറിനെ ഇല്ല, ഞാൻ ഇടപെടില്ല. ഇടപെടരുത്. ഇല്ല. ആദ്യം ഞാൻ വളം വിൽക്കട്ടെ, അതിനുശേഷം താൻ എടുത്തോ. ഓക്കെ. ആഹാ, വരൂ വരൂ വരൂ. എന്താ വേണ്ടേ? ചുവപ്പ് വള. ശിവപ്പേ? ഏത് ശിവപ്പ? അല്ല, ചുവപ്പ് വള. ആ, ചുവപ്പ് വള. ചുവപ്പ് വള ഉണ്ടല്ലോ ഇവിടെ, ഭയങ്കര കച്ചവടം ഈ ശിവപ്പ് വളക്കാണ്. വരൂ വരൂ വരൂ. ഞാൻ ഇട്ടോളാം. അയ്യേ, ഇത് ഞങ്ങളുടെ അവകാശമാണ്. ആണോ? ഞങ്ങളുടെ വളക്കാരുടെ അവകാശമാണ് ഇട്ട് തരിക എന്നുള്ളത്. അല്ല, ഇട്ടോ. ഒന്ന് ഒതുക്കി പിടി. ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല, ഉറുമ്പ് കടിക്കുന്ന ഒരു വേദന, അത്രേ ഉള്ളൂ. പതുക്കെയാ പതുക്കെയാ. വേദനിക്കുന്നു ചേട്ടാ. ഒന്നുമില്ല ഒന്നുമില്ല. അയ്യോ, ഇത് കേറുന്നില്ല. ഒരു മിനിറ്റ്. ഹലോ, ഒരു പീസ് അലുവ. എന്തിനാ? ഒരു പീസ് അലുവ തരും. കഴിച്ചോളൂ. താങ്ക് യു. ഇനി ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ട് സംഗതി നടക്കും. അയ്യോ, അങ്ങനെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായല്ലോ അതിന്. ഓക്കെ ആണോ? ഇതേപോലെ ഒരു ഡസൻ ഈ കയ്യിലും ഒരു ഡസൻ ഈ കയ്യിലും ഉണ്ടെങ്കിലോ നല്ല അടിപൊളിയായിരിക്കും. അയ്യോ, എനിക്ക് അത്രയും പൈസ ഒന്നും ഇല്ല എന്റെ കയ്യിൽ. ഇത് അധികം പൈസ ഒന്നും ഇല്ലല്ലോ. പൈസ അധികം ആവില്ല. അധികമാവില്ല. ഒരു ഡസൻ എടുക്കട്ടെ. ഇത് മതിയാ? മതി. ചേച്ചി അലുവ മേടിക്കണല്ലേ ചേച്ചി? കൈയ്യട് കണ്ട, ഇപ്പൊ നോക്കി. അധികം പൈസ ആവത്തില്ല. പൈസ ഇല്ല. അല്ലെങ്കിൽ എനിക്ക് ആ പച്ച വളയും നീല വളയും ആ ബ്ലാക്കും കൂടെ ഒരു ഡസൻ വീതം എടുത്തു. പച്ച ബ്ലാക്ക് ഇതെടുക്കാം. ഇനി എന്താ വേണ്ടേ? ഇനി പൊട്ട് വേണം. പൊട്ടുണ്ടല്ലോ. ഇതിന്റെ കുറച്ച് ചെറുതുണ്ടാവോ? ഇതിന്റെ കറക്റ്റ് സൈസാണിത്. കണ്ണാടി ഒന്ന് കാണിക്കോ ചേട്ടാ? എന്തിനു കണ്ണാടി? ഞാനിവിടെ നിൽക്കുകയല്ലേ. കണ്ണാടി ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. കൊള്ളാം. ഓക്കെ. കുങ്കുമോ?
കുങ്കുമം ഏത് കുങ്കുമമാണ് വേണ്ടത്? പല കുങ്കുമം type കുങ്കുമം മെറൂൺ ഉണ്ട്. മതി, മെറൂൺ. കാശ്മീരി വേണ്ടിയോ? കാശ്മീരി മതി മതി. ഇത് ഇഷ്ടപ്പെട്ടോ? ആ മതി മതി. ഓക്കെ. അയ്യോ സിന്ദൂരം തോടിച്ചല്ല ഇനി കൈപിടിച്ച് വീട്ടിലോട്ട് വിട്ടോടാ. ആ വാ. താനെന്തിനാ ഇവിടെ തൊട്ടത്? അല്ല അവിടല്ലേ കുങ്കുമം തൊടുന്നേ. എടാ തന്നോട് ഞാൻ കുങ്കുമം തൊടാൻ പറഞ്ഞില്ലല്ലോ, കളർ മാത്രം കാണിക്കാനല്ലേ പറഞ്ഞോളൂ. അല്ല ഞാനത് പിന്നെ അറിയാം. താനെടുത്ത് തൊട്ട എന്തിനാ? അല്ലെങ്കിൽ അവനാള് ശരിയല്ലെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ല. എനിക്ക് തന്നെ കിടന്ന സാധനങ്ങളൊന്നും വേണ്ട. അയ്യോ അങ്ങനെ പറയരുത്. വേണ്ട. ഞങ്ങള് ഹലുവ കച്ചവടം നടത്തട്ടെ. ഇങ്ങോട്ട് മാറിക്ക്. ഈ ഭാഗത്തോട്ട് വരരുത്. ഇവിടെ ഞാൻ പറഞ്ഞു എന്താ ചേച്ചിയുടെ പേര്? കന്യക. എന്നിട്ടാണ് ഈ സിന്ദൂരൊക്കെ ആ നെറ്റി അയാള് തൊട്ട് വന്നല്ലേ. ഹലുവ കഴിച്ചേ. വാ വിളിക്ക് ഞാൻ കഴിച്ചു തരും. ആ കഴിച്ചു നോക്കിയേ, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. കണ്ടു പറഞ്ഞേ. ആ വെറൈറ്റി ഹലുവയാണ് ഇതൊക്കെ. എന്തൊരു ടേസ്റ്റ്. ഇതെന്താണ് സാധനം എന്ന് അറിയാമോ? വിനയ് ഫോർട്ട് ഹലുവ. വിനയ് ഫോർട്ട് ഹലുവ. ഈ മഞ്ഞ സാധനം എന്താണെന്നറിയാമോ? DQ. DQ വന്നച്ചാ ദുൽഖർ സൽമാൻ ഹലുവ. ദുൽഖർ സൽമാനാ? ആ. ചേട്ടാ ആ ഹലുവ ദുൽഖർ സൽമാനാ ഉണ്ടാക്കിയെന്ന്. പിന്നെ അവർക്ക് അതല്ലേ പണി? മമ്മൂട്ടി മിച്ചറും അച്ചപ്പം ഉണ്ടാക്കും, ദുൽഖർ അലുവയും ഉണ്ടാക്കും. അവന് പ്രാന്താണ് ചുമ്മാ. തടിക്കല്ലേ ചേട്ടാ, ഞാൻ എങ്ങനെയാലും കച്ചവടം ചെയ്തോട്ടെ ചേട്ടാ, ബുദ്ധിമുട്ടിക്കല്ലേ. അപ്പൊ ഞാൻ എല്ലാം ഒരേന്ന് എടുക്കട്ടെ. അയ്യോ അത്രയും വേണ്ട, എല്ലാം ഞാൻ ഒരേ എന്റെ കയ്യിൽ പൈസ ഇല്ല. എന്റെ ചേച്ചി ഉത്സവപ്പറമ്പിൽ വന്നിട്ട് അലുവയും ഇതൊന്നും മേടിക്കാതെ പൊരിയൊക്കെ മേടിക്കാതെ പോവാന്ന് പറഞ്ഞ എന്റെ നടക്കില്ല. കയ്യിൽ പൈസ വേണ്ടേ? പൈസ ആര് ചോദിച്ച? പൈസ ഞാൻ ചോദിച്ചാ? പൈസ വേണ്ടേ? പൈസ ഞാൻ ചോദിച്ചില്ല. അന്നെങ്കിൽ എല്ലാം ഓരോ കിലോ എടുത്തോ. ആ എല്ലാം എടുക്കും ഞാൻ, ഒരേ കിലോ വെച്ച്. വള എടുത്തില്ലേ? എന്നാ പിന്നെ എനിക്കും പൈസ വേണ്ട. പൈസ ഉണ്ടോ? ഈ ആഗ്രഹിച്ച വളയെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് തരും, ഒരു പ്രശ്നമില്ല. നീല. ഏത് ഏതാ? നീല. ഇനി എന്താ വേണ്ടേ? ഇതെന്റെ സ്നേഹത്തിന്. ബ്ലാക്ക് ബ്ലാക്ക്. ബ്ലാക്ക് എടുത്ത് ഇതെന്റെ മതി, സ്നേഹത്തിന് മതി. എല്ലാം എടുത്തിട്ടുണ്ട് ഒരേ കിലോ വെച്ച്. എനിക്കും വേണ്ട പൈസ. അങ്ങനെ അത് കൊള്ളാലോ. പൊട്ട് വെച്ചാ? പൊട്ട് വെച്ചില്ല. ആ പൊട്ട്. ഇനി എന്താ വേണ്ടേ? ഇനി 2 ക്യൂടെക്സും ആ ബുഷും കൂടെ വെച്ചോ. ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞത്. സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഇതാണ്. എല്ലാം വെച്ചാലോ? എല്ലാം വെച്ചിട്ടുണ്ട്. പോരായ്മ പറഞ്ഞോ, ഞാൻ വേറെ കൊണ്ട് തരാം. വെച്ചില്ലല്ലോ. എല്ലാം വെച്ചിട്ടുണ്ട്. അവൻ മാത്രം അങ്ങനെ കച്ചവടം പിടിക്കണ്ട. കൊള്ളാം. ചേട്ടാ ചേട്ടാ വാ പോകാം. ഒരു മിനിറ്റ് നീ കട നോക്കിയാണേ. വാ പോകാം. പോകാം. എങ്ങോട്ട് പോകാന്ന്? അല്ല വാ പോകാന്ന് പറഞ്ഞേ. അതിന് ഞാൻ ചേട്ടനല്ലല്ലോ വിളിച്ചത്. ആ നീ തെറ്റിദ്ധരിച്ചാണ് നീ വന്നേ. എന്റെ കടയിൽ നോക്കി പോകണ്ടേ. അയ്യോ എനിക്ക് ഈ ഹലുവയുടെ വിലയൊന്നും അറിയത്തില്ല. ഒരു ഈണത്തിന് അങ്ങോട്ട് വിറ്റാ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഈണത്തിനും അവിടെ. ഇളയരാജയുടെ സംഗീതമാണ്. എങ്ങോട്ട് പോവാന്ന്? അല്ല ചേട്ടാ പോവാന്ന് പറഞ്ഞു. അതിന് ഞാൻ ചേട്ടനെ വിളിച്ചില്ലല്ലോ. പിന്നെ ആരെയാണ് ഈ വിളിക്കണത്? ചേട്ടാ ചേട്ടാ എന്റെ ഭർത്താവാ, ഓടി വാ വാ. ഭർത്താവാണ്. പിന്നെ കന്യകയാന്ന് പറഞ്ഞ്. കന്യകയെന്ന് പേരാ, കന്യകയെന്ന് കല്യാണം കഴിച്ചതാ. ആണാ? ഒരു കൊച്ചുണ്ട്. ഇത്ര നേരം എവിടെ പോയി കിടക്കുകയായിരുന്നു? ഞാൻ അപ്പുറത്ത് മണ്ണെണ്ണ കിണർ കാണാൻ പോയല്ലേ. എവിടെ? മണ്ണെണ്ണ കിണർ. ഈ ചേട്ടന്മാരെ എനിക്ക് എന്തൊക്കെ തന്നെന്നറിയോ? ഈ ചേട്ടൻ എനിക്ക് കൊറേ അലുവ തന്ന്, ആ ചേട്ടന്റെ കൊറേ വളയും മാലയും പൊട്ടും ഒക്കെ തന്നു. പുകളടിച്ചല്ലോ, അവരെ കണ്ടറിയാൻ നല്ല സേവമുള്ളവരാണ്. എന്നേ പോകാം, നാളെയും വരാം കേട്ടാ. ശരി. കാലം ഒരു മിനിറ്റ്. നാളെ ഞങ്ങൾ വരുമ്പോഴേ ഈ സഞ്ചി കൊണ്ടുവരണോ അതോ നിങ്ങൾ വേറെ സഞ്ചി തരുമോ? സഞ്ചി കൊണ്ടുവരെ, കാരണം ആകാശങ്ങളിൽ ഞങ്ങൾക്ക് ലാഭിക്കല്ല.